ഫിദ, ചാലിയത്താണ് സ്വദേശം. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. പ്രൊഡക്റ്റ് വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഏകദേശം 7 വർഷത്തോളമായി ഒരു വയറുവേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കല്യാണം കഴിഞ്ഞ ആ ഒരു സമയം സത്യം പറയുകയാണെങ്കിൽ ഒരാഴ്ച ഞാൻ ഹാപ്പി ആയിരുന്നു. അതിനുശേഷം ഹാപ്പിനെസ് എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം മൂപ്പര് എപ്പോഴും ഫസ്റ്റ് സൽക്കാരം ആ ഒരു സമയം തന്നെ ഈ ഒരു വയറുവേദന വീട്ടിൽ സൽക്കാരം നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു പരിപാടി വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് അന്ന് ചെയ്യാൻ സാധിച്ചത്. കാരണം ഉച്ചയ്ക്കുള്ള ആ ഒരു സൽക്കാരം ഞങ്ങൾ പോകുന്നത് രാത്രി 9 മണി ആ സമയത്താണ്. ഈ വയറുവേദന വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാ, പെയിൻ കില്ലർ അടിക്കുക, ഗ്ലൂക്കോസ് ഇടുക, ഇതല്ലാതെ വേറൊരു മാർഗമില്ല. ഡയഗ്നോസിസ് അതായത് പാൻക്രിയാസിന് വരുന്ന ഒരു പ്രശ്നമാണ്. പാൻക്രിയാസ് പഴുത്തിട്ട് അതിൽ നിന്നിട്ട് എന്താ പറയാ പഴുപ്പ് പുറത്തെടുക്കുക, അതല്ലാതെ ഇതിന് വേറൊരു ട്രീറ്റ്മെന്റ് ഇല്ല. ഇതിനൊരു മരുന്നോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടില്ല. ഫുഡ് കൺട്രോൾ ചെയ്യുക. ഈ ഫുഡ് കൺട്രോൾ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഭക്ഷണം കഴിക്കരുത്, അതായത് ചോറ് കഴിക്കരുത്, അരിഭക്ഷണം കഴിക്കരുത്. എന്നിട്ട് ഞാൻ ചോദിക്കുക അവരോട് എന്താ കഴിക്കേണ്ടത്. പിന്നെ അതിനവർക്കൊരു മറുപടി എനിക്ക് തരാൻ പറ്റിയിട്ടില്ല. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അന്വേഷിക്കാൻ നിന്നിട്ടോ ഒന്നുമില്ല. കാരണം എനിക്ക് ഈ വേദന വരുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. എന്റെ ടെൻഷൻ കാരണം ഇക്കാക അവിടെ കിടക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് തളർന്നു പോകും. ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, സാധാ ഒരു വേദന എന്നുള്ള രൂപത്തിൽ മാത്രമേ ഞാൻ ഇതിനെ ആ ഒരു സമയത്ത് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഒരു വർക്കാക്ക് പണിക്ക് പോകാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. ഞാനായിരുന്നു കുടുംബം പോറ്റിയിട്ടുണ്ടായിരുന്നത്. പൈസ ഇല്ലെങ്കിൽ ഒരു വ്യക്തികൾ ഞങ്ങളെ കൂടെ ഉണ്ടാവില്ല. അതെല്ലാം അതായത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ക്യാഷ് ഉള്ളിടത്തെ വാല്യൂ ഉള്ളൂ. ക്യാഷ് ഇല്ലാഞ്ഞാൽ ഒരു സ്ഥലത്തും വാല്യൂ ഉണ്ടാവില്ല. അത്രയും അനുഭവിച്ച ഈ ഒരു 6 വർഷത്തിനുള്ളിൽ ഞാൻ അത് ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ്. ഇന്ന് ഞാൻ ക്യാഷിന്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്, ഹെൽത്തിന്റെ കാര്യത്തിലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരു വ്യക്തി ഈ ഒരു പ്രൊഡക്റ്റ് തട്ടിക്കളയരുത്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ കാരണം എനിക്ക് ഒരു മാസം ഹോസ്പിറ്റൽ ചെലവെന്ന് വെച്ചാൽ 10,000 രൂപയാണ്. ആരും തരൂല. ഗോൾഡ് ഒരുപാട് ഉണ്ടായിരുന്നു എനിക്ക്. ആ ഗോൾഡ് വിറ്റിട്ട് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. കാരണം ക്യാഷ് ഒരാളോട് കടം ചോദിച്ചാല് മൂപ്പർക്ക് പണിയില്ലല്ലോ, നമുക്ക് തരുവാണെങ്കിലോ ഇല്ല. ഉള്ളവന് വരെ ഇത് കൊടുക്കാത്ത കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് ഒരാൾ പോലും എനിക്ക് ആ ക്യാഷോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെടുത്തുണ്ടെങ്കിൽ നമുക്ക് വിജയമുണ്ട്. ഇക്കാക്ക് എപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ കൊളസ്ട്രോൾ ഏകദേശം 2500 ആൻഡ് അബോവ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഫസ്റ്റ് റിസൾട്ട് എന്ന് വെച്ചാൽ ഒരു മാസം കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്ത്. പക്ഷേ 1500 1 മന്തിൽ 1500 ആയി. ആ ഒരു 2500 ആൻഡ് അബോവ് ഉള്ള റിസൾട്ട് വന്ന് നോർമൽ ശരീരത്തിന് ഇത് ഒരു 100-150 പറ്റുള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് ഹെവിയാണ്. 2500 എന്ന് പറയുമ്പോൾ അത്ര ഡേഞ്ചർ ആണ്. ഇതിൽ ഡെത്ത് അല്ലാതെ വേറൊരു വഴിയില്ല എന്ന ഡോക്ടേഴ്സ്. ഞാൻ ആസ്റ്റർ മിംസിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഗൾഫിലായിരുന്നു. ആ സമയത്ത് ഇന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജസ്റ്റ് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അപ്പൊ 3 മാസത്തിന് ശേഷം റിട്ടേൺ വന്നപ്പോൾ സാറോട്, അതായത് ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ സാറോട് ഞാൻ ചോദിച്ചു, സാർ ഇങ്ങനെയാണ് അങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ സാറിന്റെ മുഖത്ത് വെച്ചിട്ട് മോളെ എത്രയായി കല്യാണം കഴിഞ്ഞിട്ട്? ഞാൻ പറഞ്ഞു സാർ 4 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സാറിന്റെ മുഖത്ത് നോക്കുക, ജസ്റ്റ് ഷോൾഡറിൽ ഒന്ന് തട്ടി. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എന്റെ മൈൻഡിൽ പോയത് എന്താ വെച്ചാൽ സിമ്പിൾ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അതാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാഞ്ഞത്. നേരെ മറിച്ചിട്ട് ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചത് ആർക്കെ സാർ ഇവിടെ ഉണ്ട്. സാർ ഒരു ക്ലാസ് ഇതേപോലെ ഇരുന്നിട്ട് ഈ ടൈറ്റിസ്റ്റയുടെ 300 കുറഞ്ഞതിന് സാർ അത്രയും രീതിയിലാണ് ഇവിടുന്ന് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഞാൻ എന്താ ആലോചിക്കുന്നത്, പഠിച്ചോനെ എന്റെ ഹസ്ബൻഡിന് 2000 സംതിങ് അല്ലേ, അപ്പൊ അത് അത്രയും ഹെവി അല്ലേ. സാറടുത്ത് ഞാൻ ഡയറക്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിന് ഞാൻ ചോദിച്ചു, സാർ എങ്ങനെയാണ് എന്റെ പ്രശ്നം? 2500 ആൻഡ് അബോവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സാറ് ഈശ്വര, ഇത്രയുള്ള ഒരാൾ ജീവിച്ചിരിക്കൂല. ഇന്നും ഞാൻ റിസൾട്ട് പറയുമ്പോ പറയില്ല എന്താന്ന് വെച്ചാല് വെറുതെ പറയുന്നതാണെന്ന്. നമ്മൾ വെറുതെ പറഞ്ഞിട്ട് ഈ ഒരു കച്ചവടം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് ദൈവം ഉണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ദൈവം നമുക്ക് പല വഴികളിലൂടെ എത്തിച്ചു തരും. അങ്ങനെ എത്തിച്ചു തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ബയോട്ടോറിറ്റിന്റെ പ്രൊഡക്റ്റ്. എല്ലാവരും എന്താന്ന് വെച്ചാല് ഇന്ന് ആ ഒരു രീതിയിൽ 3 മാസം തുടർച്ചയായിട്ട് എന്റെ ഹസ്ബൻഡ് ഇത് യൂസ് ചെയ്ത് എവറി റിസൾട്ട് തന്നെയാണെന്ന് പറയാം. കൊളസ്ട്രോൾ മൊത്തം കുറഞ്ഞ് നല്ല ആരോഗ്യം
നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡും ഞാനും. കാരണം നമുക്ക് വേണ്ടി മാത്രമല്ല, ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും, ഹെൽത്ത് കൊടുക്കാന്ന് വെച്ചാല് ഹെവി, അതിന് വേറെ ഒന്നും പറയാനില്ല. ഒരാൾക്ക് ഹെൽത്ത് കൊടുക്കാന്ന് വെച്ചാല് അതിന് വേറെ ഒരു കാര്യമില്ല. അത്രയും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് പ്രാർത്ഥനകളുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ പുതുതായി വന്ന ഓരോ വ്യക്തികളും ഈ ഒരു സംഭവം ഏറ്റെടുത്ത് യൂസ് ചെയ്യാതെ നമുക്ക് ഇതിന്റെ റിസൾട്ട് വരില്ല. വെറുതെ കേട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു കാര്യമില്ലാതാവും. നമ്മളെല്ലാവരും നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം, യൂസ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ജയ് ബൈ ടോറൻറ്റ്.